വീഡിയോയിൽ നമ്മൾ ഒരു റൊമാൻറ്റിക് ഡ്രാമയായി റിലീസായ ഏക് ദിൻ എന്ന സിനിമയെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. തായ് റൊമാൻറ്റിക് ഡ്രാമയായ വൺ ഡേ എന്ന ചിത്രത്തിന്റെ റീമേക്കായാണ് ഈ സിനിമ എത്തിയിരിക്കുന്നത്. ഇനി ഈ സിനിമയുടെ കഥ എന്താണെന്ന് നോക്കാം. ഐ.ടി. മേഖലയിൽ ജോലി ചെയ്യുന്ന അധികം സംസാരിക്കാത്ത ഒരു റിസർവ്ഡ് ടൈപ്പ് സ്വഭാവക്കാരനാണ് ദിനേശ്. തന്റെ ഓഫീസിലെ മീര എന്ന പെൺകുട്ടിയെ ദിനേശ് ഏകപക്ഷീയമായി പ്രണയിക്കുന്നു. എന്നാൽ മീര തന്റെ ബോസുമായി പ്രണയത്തിലാണ്. ഒരു ഘട്ടത്തിൽ ജപ്പാനിലേക്ക് ബിസിനസ് ട്രിപ്പ് പോകുമ്പോൾ മഞ്ഞിൽ വെച്ച് അപ്രതീക്ഷിതമായി മീരയ്ക്കൊരു അപകടം സംഭവിക്കുന്നു. ഇതിനെ തുടർന്ന് അവൾക്ക് TGA, അതായത് ട്രാൻസിയന്റ് ഗ്ലോബൽ അംനീഷ്യ എന്ന മെഡിക്കൽ അവസ്ഥയുണ്ടാകുന്നു. ഈ അവസ്ഥ കാരണം ഒരു ദിവസത്തേക്ക് മാത്രം അവൾക്ക് ഷോർട്ട് ടേം മെമ്മറി ലോസ് സംഭവിക്കുന്നു. ആ ഒരു ദിവസം ദിനേശ് മീരയോടൊപ്പം ഡേറ്റിംഗിന് പോകുന്നു. പിറ്റേന്ന് പഴയ ഓർമ്മകൾ തിരിച്ചുവന്നതിനു ശേഷം എന്ത് സംഭവിച്ചു? അവസാനം ഇരുവരും ഒന്നായോ എന്നതാണ് ഈ സിനിമയുടെ കഥ. സായ് പല്ലവിയുടെ ചാം, പെർഫോമൻസ് എന്നിവയാണ് ഈ സിനിമയെ ആകർഷകമാക്കുന്നത്. അവരുടെ സ്ക്രീൻ പ്രസൻസ് സിനിമയ്ക്ക് മികച്ച ഒരു അനുഭവം നൽകുന്നുണ്ട്. ജുനൈദ് ഖാൻ തന്റെ വേഷം ഭംഗിയായി അവതരിപ്പിച്ചു. സപ്പോർട്ടിംഗ് റോളുകളിലെത്തിയ എല്ലാവരും തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. സിനിമറ്റോഗ്രഫിയും സൗണ്ട് ഇഫക്ട്സും ഒരു പ്രണയകഥയ്ക്ക് ആവശ്യമായ കളർഫുൾ വിഷ്വലുകളെ എലിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ജപ്പാനിലെ മനോഹരമായ ലൊക്കേഷനുകൾ കാണാൻ വളരെ പ്ലസന്റ് ആയിട്ടുണ്ട്. സിനിമയുടെ പ്രമേയം പുതുമയുള്ളതും റിഫ്രഷിംഗുമാണ്. അതുപോലെ ക്ലൈമാക്സ് ഇമോഷണലായി പ്രേക്ഷകരുമായി കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. തിരക്കഥയിൽ കുറച്ചുകൂടി രസകരമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ സിനിമ മറ്റൊരു തലത്തിലേക്ക് എത്തുമായിരുന്നു. സാധാരണ പ്രണയ സിനിമകളിൽ കാണുന്ന ക്ലീശേ കാര്യങ്ങൾ ഈ സിനിമയിലുമുണ്ട്. പല സീക്വൻസുകളും നമുക്ക് മുൻകൂട്ടി ഊഹിക്കാൻ സാധിക്കും. സിനിമയുടെ പേസിംഗ് കൃത്യമാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ഇതൊരു വൺ ടൈം വാച്ചബിൾ ലവ് സ്റ്റോറിയാണ്. സിനിമയിൽ അഡൾട്ട് കണ്ടന്റ് ഒന്നുമില്ല. അതിനാൽ കുടുംബത്തോടൊപ്പം ഈ സിനിമ കാണാം. ഏക് ദിൻ സിനിമയ്ക്ക് ഞങ്ങളുടെ റേറ്റിംഗ് 6/10. ഈ മൂവി റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുവരെ മൂവി സ്റ്റുഡിയോ ഫിലിം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റിവ്യൂവിൽ കാണാം.